മണ്ണാറശാലയിലെ നാഗരാജാവ് എന്നത് കേരളത്തിലെ സംസ്കാരത്തിലും നാടോടിക്കഥകളിലും വേരൂന്നിയ ഒരു ഐതിഹാസിക കഥയാണ്. പ്രശസ്തമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത്. നാഗരാജാവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്നു. കഥയിൽ പുരാണവും ഭക്തിയും സർപ്പാരാധനയുടെ സമ്പന്നമായ പാരമ്പര്യവും ഇഴചേർന്നിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ആണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. കടലിൽ നിന്ന് കേരളം വീണ്ടെടുത്ത ശേഷം പരശുരാമൻ ലവണാംശം കാരണം ഭൂമി വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തി. അതിനെ ഫലഭൂയിഷ്ഠമാക്കാൻ, ഭൂമിയെ സമൃദ്ധവും ഫലഭൂയിഷ്ഠവുമാക്കാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നാഗന്മാരുടെ അനുഗ്രഹം തേടി. പരശുരാമൻ നാഗന്മാർക്കായി പുണ്യവനങ്ങൾ സ്ഥാപിക്കുകയും അവരെ ബഹുമാനിക്കുന്നതിനായി മണ്ണാറശാല ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു ഭക്ത ബ്രാഹ്മണ ദമ്പതികളുടെ കഥ ഒരു കൗതുകകരമായ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. അവർ വളരെ ഭക്തരും ഒരു കുട്ടിക്കായി കൊതിച്ചവരുമായിരുന്നു. നാഗരാജാവിന്റെ അനുഗ്രഹത്തിനായി അവർ ആത്മാർത്ഥമായി ആരാധിച്ചു. അവരുടെ ഭക്തിയിൽ സന്തുഷ്ടരായ നാഗരാജൻ ദമ്പതികൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ മകനായി ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. കാലക്രമേണ ഭാര്യ മനുഷ്യരൂപത്തിലുള്ള അത്ഭുതകരമായ ഒരു സർപ്പക്കുട്ടിയെ പ്രസവിച്ചു. ഈ കുട്ടിക്ക് ദിവ്യശക്തികളുണ്ടായിരുന്നു. ആ പ്രദേശത്തിന് അഭിവൃദ്ധി കൊണ്ടുവരാൻ വിധിക്കപ്പെട്ടിരുന്നു. കാലക്രമേണ സർപ്പക്കുട്ടി വളർന്നു. പക്ഷേ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നതിനു പകരം തന്നെ ആരാധിക്കുന്ന ഭക്തരെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത് ക്ഷേത്രത്തിലെ പുണ്യവനത്തിലേക്ക് പിൻവാങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. വലിയ അമ്മയുടെ പങ്ക് സർപ്പക്കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു അതുല്യവും ശാശ്വതവുമായ ഉത്തരവാദിത്തം നൽകി. അവർ ആദ്യത്തെ വലിയ അമ്മയും ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതയുമായി. ക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് വലിയ അമ്മയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത്. അവർ ഒറ്റപ്പെട്ട് കഴിയുന്നു, നാഗരാജാവിന്റെ ആരാധനയ്ക്കും ഭക്തരുടെ ക്ഷേമത്തിനുമായി തന്റെ ജീവിതം സമർപ്പിക്കുന്നു. നാഗരാജാവിന്റെ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾക്ക് മണ്ണാറശാല ക്ഷേത്രം പ്രശസ്തമാണ്. ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥനകൾ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും പ്രത്യുൽപാദനക്ഷമത ഉറപ്പാക്കുകയും സമൃദ്ധി കൊണ്ടുവരികയും ചെയ്യുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ഒരു പുണ്യകാവ് സ്ഥിതി ചെയ്യുന്നു. നന്ദി സൂചകമായി ഭക്തർ സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് സർപ്പവിഗ്രഹങ്ങളുടെ വാസസ്ഥലമാണിത്. വാർഷിക ഉത്സവമായ ആയില്യം മഹോത്സവം നാഗരാജാവിനെയും മറ്റ് സർപ്പദേവതകളെയും ബഹുമാനിക്കുന്നതിനായി പ്രത്യേക ആചാരങ്ങൾ നടത്തുന്ന ഒരു മഹത്തായ ആഘോഷമാണ്. മണ്ണാറശാലയിലെ നാഗരാജാവിന്റെ കഥ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്നു. ഈ കഥ ഒരു മതപരമായ വിവരണം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലും വിശ്വാസങ്ങളിലും ആഴത്തിൽ ഉൾച്ചേർന്ന ഒരു സാംസ്കാരിക പൈതൃകം കൂടിയാണ്.